ഹലോ ഹലോ ആശിഷ് ഡോക്ടർ. അതെ. ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. അതെ. അല്ല, ഞാൻ ഇന്നലെ ഒരാളുടെ പല്ല് പറിക്കാനായിട്ട് അങ്ങോട്ട് വിട്ടായിരുന്നു. വന്നായിരുന്നു? വന്നായിരുന്നു. പിന്നെ ഞാൻ 2 ദിവസം മുമ്പ് ഒരു പോളിസിയുടെ കാര്യം പറയായിരുന്നു. അതൊരു 2-3 ദിവസം കഴിയട്ടെ കേട്ടോ. അത് നോക്കാം. ശരി. എൻ്റെ അമ്മേ. സാർ, എന്തായടോ ആ ദന്തിഷ്ടിന്റെ കേസ്? സാർ ഞാനതിങ്ങനെ പുള്ളി പറിച്ചോണ്ടിരിക്കുകയാണ്. ആ കൊപ്ര മുതലാളിയുടെ കാര്യമോ? സാറേ, ഞാനത് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഓക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരാൾ വന്നിട്ട് തൊട്ടടുത്തുള്ള ആളെ അത് ആ പോളിസി കൊണ്ടുപോയി. ബെസ്റ്റ്. ഇത് സ്ഥിരമാണല്ലോ. ഒരു റീസണും എനിക്ക് കേൾക്കണ്ട. ഈ മാസം കൊണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യില്ലെങ്കിൽ ഞാൻ പറയണ്ടല്ലോ. വേണ്ട സാർ. ശരി. പക്ഷേ സാർ ഇത് ചെയ്യാൻ ഒരു മാറ്റമല്ലല്ലോ. എത്തിയാ? എന്തായി? ഡാർക്ക് സീൻ ഇവിടെ അതിലും ഡാർക്ക് സീനാണ്. ഇത്ര നേരം അശുഭമംഗളകാരിയായിരുന്നു, ഇപ്പൊ ഒന്ന് ചേഞ്ച് ആയിട്ട്. ഒരു വ്യത്യാസം ഇല്ലല്ലേ? വ്യത്യാസമുണ്ട്. ഇന്ന് രാവിലെ തുടങ്ങി ഭക്ഷണം കഴിപ്പൊന്ന് നിർത്തി. നന്നായി. കൊച്ചിനെ ഡോക്ടറാക്കണമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തുള്ള മാറ്റാൻ പറ്റാത്ത അവസ്ഥ കഴിച്ചു. അത് മിക്കവാറും വേണ്ടി വരും. അതിനു മുമ്പ് അച്ഛനൊന്ന് പൊന്നാര മോളോട് സംസാരിക്കുന്നത് വളരെ നന്നായിരിക്കും. മോളെ, അച്ഛൻ താജിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന് നല്ല കിടിലം ബിരിയാണി ഇരിപ്പുണ്ട്. ഇപ്പോൾ എടുത്ത് കഴിച്ചേ. എനിക്ക് വേണ്ട അച്ഛൻ. അതിപ്പോൾ എൻട്രൻസ് എക്സാമിൻ്റെ അതേ സമയത്ത് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ വന്നിട്ടുണ്ടല്ലേ? അല്ലെങ്കിൽ എൻ്റെ മോൾ പുഷ്പം പോലെ നീറ്റ് ഫസ്റ്റ് ടൈം ക്ലിയർ ചെയ്യേണ്ടതല്ലേ? ദേ അച്ഛാ, പോളിസി ഹോൾഡേഴ്സിനെ സോപ്പിടുന്ന പോലെ എന്നെ സോപ്പിടാൻ നിൽക്കല്ലേ. എനിക്ക് എൻ്റെ ലിമിറ്റേഷൻസ് നല്ലോണം അറിയാം. അപ്പൻഡിക്സ് മാത്രമല്ല, പ്രിപ്പറേഷനും പ്രശ്നമായിരുന്നു. നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ പോരെ? അച്ഛാ, എനിക്കൊരു കാര്യം ആവശ്യമില്ലാതെ പണ്ടേ റിപ്പീറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ലാന്ന് അച്ഛൻ അറിഞ്ഞൂടെ? അടുത്ത ചാൻസിൽ എനിക്ക് നീറ്റ് ക്ലിയർ ചെയ്യണം. അതിന് മാർക്ക് കുറവല്ലേ അച്ഛാ? മാർക്ക് കുറവുള്ളവരെടുക്കുന്ന ഏത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഉള്ളത്? സൈലം റിസൾട്ട് പറഞ്ഞതാ. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ്ങിനുള്ള ആദ്യത്തെ മലയാള ആപ്പ് തുടങ്ങിയതാ സൈലം. ഇന്നിപ്പോ കോഴിക്കോട്, തൃശ്ശൂര്, കോട്ടയം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലൊക്കെ ആയിട്ടേ 4 ഹൈബ്രിഡ് ക്യാമ്പസുകൾ, ട്യൂഷൻ സെന്ററുകൾ, PSC കോച്ചിങ് സെന്ററുകൾ, ഇന്റർഗ്രേറ്റഡ് സ്കൂളുകൾ എന്നിവിടങ്ങളിലൊക്കെയായി 10 ലക്ഷത്തോളം കുട്ടികളെ സൈലം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 1200ഓളം കുട്ടികൾക്ക് കഴിഞ്ഞ തവണ മെഡിക്കൽ എൻട്രൻസ് നേടിക്കൊടുത്തു. അത് മാത്രല്ല, സൈലത്തിൽ ചേരാൻ മാർക്കൊന്നും അല്ല പ്രധാനം, മൈൻഡ് സെറ്റാ. നിനക്കത് പണ്ടേ ഇല്ലല്ലോ, അല്ലേടി? അതെ, അപ്പൊ നമുക്ക് അവളെ സൈലത്തിൽ തന്നെ ചേർത്താലോ? അല്ല, ഹൈബ്രിഡ് ക്യാമ്പസ് മതി. അത് മതി. അച്ഛാ, ഇന്ന് നമുക്ക് പോയാലോ?